എന്തിട്ട് പരിപാടി മക്കളെ? ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ രാം മന്ദിർ കാണാൻ പോവാണ്. രാം മന്ദിർ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറ ഫോൺ ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കണം ആദ്യം. അങ്ങനെ നമ്മളിപ്പോൾ ഗുരുദ്വാരയുടെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നേരെ ഇറങ്ങിയിട്ട് രാം മന്ദിർ കാണാൻ പോവുക. പിന്നെ എന്നിട്ട് വേറെ സീതാദേവിയുടെ എന്തൊരു പാലസ് പോലത്തെ എന്തൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതും കൂടിയും കാണാൻ പോകണമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം എന്തായാലും. അങ്ങനെ നമ്മൾ ഈ ഹനുമാൻ മന്ദിർ പോയില്ല, ഹനുമാൻ മന്ദിർ കാണാനാണ്. അതിനേക്കാളും മുന്നുള്ള റൈറ്റിക്കുള്ള വഴി കൂടെ പോയിട്ടാണ് കനക ഭവൻ എന്നുള്ളത്. കനക ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സീതാദേവി രാമനൊക്കെ താമസിച്ചേർന്ന സംഭവം അങ്ങനെ എന്തൊക്കെയാണെന്നുള്ള കഥകളാണ് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് പറയണമെന്ന് അറിയില്ല. രാം രാം അങ്ങനെ പോണ വഴിയൊക്കെ കണ്ടില്ലേ. നമുക്കേ ആരെങ്കിലും നല്ലൊരാളെ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം എന്താ കറക്റ്റ് കഥ എന്നുള്ളത്. വെറുതെ ഞാൻ അറിയാണ്ട് വെറുതെ തേരെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ. അപ്പോൾ നമുക്ക് അറിയണം ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. അത്യാവശ്യത്തിന് കാണാൻ വലിയൊരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നേരെ കനകഭാവം പിടിക്കാം നമുക്ക് അടുത്തത്. പോണ വഴിയൊക്കെ നോക്കി ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ അമ്പലങ്ങളാട്ടോ. ചെറിയ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമുണ്ട് നേരത്തെ അപ്പുറത്ത് കണ്ടത്. ഇതെന്നിട്ടത് ഇത് അമ്പലമല്ല, ഗുരുദ്വാരയാണ് അത്. कनक भवन किधर? सीधे जाएगा, सीधे से लेफ्ट। हाँ कनक भवन का। हाँ एक मिनट, मैं केरला से आया। अच्छा। ये क्या कनक भवन मतलब क्या है? मंदिर। मंदिर है ये सीता देवी का? हाँ, सीता देवी को कैकेयी माता मुँह दिखाए रिवाज में दी थी। हाँ ओके। हाँ हाँ दुल्हन को दिखाए मुँह देखने पर तो दिया जाता है। हाँ उसी के रूप में कैकेयी माता जी सीता माता को दी। हाँ ओके। इधर से कितना दूर है? 200 मीटर। 200 मीटर ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈകൈ മാതാജീരെ എന്തൊക്കെയാണ് മക്കളെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ നമുക്ക് നേരെ അവിടേക്ക് പിടിക്കാം. ഓ ഈ ബിൽഡിങ്ങൊക്കെ നോക്കി, എന്ത് പഴയ ബിൽഡിങ് അത്. ഇതൊക്കെ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ തന്നെയാണ് ഉണ്ട് കേട്ടോ. മീറ്റർ എന്ന് പറഞ്ഞ കുരങ്ങന്മാരെല്ലാവർക്കും ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലല്ല കുരങ്ങന്മാർ, ഭയങ്കര സീനവരി. എന്ത് ചെയ്യാന്ന് പറയാൻ വീട്ടിലുള്ളൂ. വെറുതെ തന്നെ കാലുമീൻ അടിച്ച് കഴിഞ്ഞാൽ കടിക്കാൻ വരും. ഇവിടുന്ന് റൈറ്റാന്നല്ല പറഞ്ഞാൾ മാങ്ങാത്തല്ലി കൊടുക്കുന്നു നോക്കി. ഇവിടെ ചോദിച്ചു നോക്കണം ആരോടെങ്കിലും. भाई कनक भवन किधर है? कनक भवन ऐसे ऐसे या नहीं तो ऐसे तो घूम के जाना होगा। ये कौन सा? इधर से है। जन्मभूमि और कनक भवन सब एक साथ है। हाँ सेम है दोनों। हाँ साथ में ही। കനക ഭവൻ എന്ന് പറയുന്നത് ഇവർ ജന്മഭൂമി എന്ന് പറയില്ലേ, ശ്രീരാമൻ്റെ ജന്മഭൂമി എന്ന് പറയില്ലേ, അത് രണ്ടും സെയിമാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകണത്. ഞാൻ കനകഭവൻ എന്ന് വിചാരിച്ച് വേറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും സെയിമാണ്. അങ്ങനെ നമ്മൾ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നു, നമുക്ക് അടുത്ത കാര്യം കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ. ഞാൻ വെറുതെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി അങ്ങനത്തെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കും പറയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത് പറയാനേ ആ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചറിയില്ല അതിൻ്റെ വേണ്ടി. പിന്നെ പഠിക്കാനൊക്കെ നോക്കണം. അപ്പോൾ അത് കാരണം ഞാനത് പിടുത്തം വിട്ടു. എനിക്ക് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ടിട്ട് പഠിക്കാം, അത് നല്ലത്. ഓ ഈ ബിൽഡിങ്ങിൻ്റെ മതിലുകളൊക്കെ നോക്കി, ഇതിലൊക്കെ ആൾക്കാർ താമസിക്കണം കേട്ടാ. അയ്യോ എന്ത് ചൂടാ, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടാ. ഇതൊക്കെ പഴയ പഴയ ബിൽഡിങ്ങുകളാണ് നോക്കി.
ബിൽഡിങ്ങും വഴിയൊക്കെ കണ്ടില്ലേ, സീൻ വഴിയാണ്. സൂട് ഓരോ ബിൽഡിങ്ങുകളുടെ ഡിസൈനൊക്കെ നോക്കി, കളർ നോക്ക് അടിച്ചിട്ടുള്ളത് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതാണോ നമുക്കോ? ചൂടെടുക്കണു. ഇതും വേറെ എന്താ മന്ദിർ പോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് ചുറ്റോറം പോണ വഴി മൊത്തം അമ്പലങ്ങളും അങ്ങനത്തെ പരിപാടി കേട്ടോ. വേറൊരു വൈബ് ഉണ്ടാ. കുറേമാര് ചാടി നടക്കണോക്ക് നിറച്ച് കയറാമാരാ. ഈ ബിൽഡിങ്ങിന് മുകൾ ഭാഗത്ത് നോക്കി ഫുള്ള് രാമം കെടുക്കണതൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റാംബാം ശ്രീറാം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ഓരോ അമ്പലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് രാമൻ്റെ സംബന്ധമായിട്ടുള്ള പാട്ടുകൾ മാത്രമാവും. കുറേ റൂം അവൈലബിൾ ഇവിടെ. പിന്നെ വരുന്നവർക്ക് ഡോർമെട്രി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നില്ലേ, എന്നിട്ട് പാർക്കിംഗ് ഉണ്ട് പറഞ്ഞില്ല, ആ ഭാഗത്ത് ഡോർമെട്രി മാത്രമായിട്ട് ഒരു വലിയൊരു ബിൽഡിങ്. അതെന്ന് പറഞ്ഞാൽ 10,000-3000 സംതിങ് ഡോർമെട്രി മാത്രം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. അയ്യോ, ഇതെന്താ ശ്രീരാമൻ്റെ ആശ്രമം. ഇതിനുള്ളിലേക്ക് ഫോണൊക്കെ കയറ്റി കഴിഞ്ഞ് സീനാവുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് അയ്യോ ഇവിടെയൊക്കെ എന്തിട്ടത് നല്ല വൃത്തി ഒന്നും പറയണ്ട. ഇതൊക്കെ അടച്ചിട്ട് കൊടുക്കുക, ഇപ്പൊ തുറക്കില്ല. അതുകൊണ്ട് നമുക്കേ കനകഭവൻ കാണാൻ പോവുക, അതാ നല്ലത്. ഇത് ആശ്രമകാരനെ നിൽക്ക് താമസിക്കുക. മറ്റേ നമ്മളന്ന് ഋഷികേശിൽ പോയില്ലേ, അതേപോലത്തെ ആശ്രമകാരനും കയറിയത് അങ്ങനത്തെ അല്ല. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കനകഭവൻ നോക്കിയിട്ടുള്ള പോക്കാണ്. ഇത് എവിടെയത് കാണാൻ ഈ കാണാതാണ് അതിൻ്റെ കവാട കാണാണ്ട്. കനകഭവൻ ഉണ്ടല്ലേ, അമ്പമ്പോ ഇതുണ്ടോ. ഓശു പെട്ടു മക്കളെ, ഇത് അടച്ചു കൊടുക്കുക. നമ്മൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണല്ലോ. ഇതാണ് ഈ കാണുന്നതാണ് കനകഭവൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. കണ്ടില്ലേ, കാണാനൊക്കെ നല്ല രസമുണ്ട്. കടിക്കല്ല കേട്ടാ. കനകഭവൻ അങ്ങനെ കനകഭവൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അടച്ചു. ബൈ, ये बंद है आज, ये आज बंद है 4 बजे के बाद में. 4 മണിക്ക് ശേഷം തുറക്കുള്ളൂന്ന്. അപ്പോൾ നമുക്ക് ഇത് കാണാതിരുന്നിട്ട് 4 മണി വരെ അവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഇത് കണ്ടിട്ട് രാം മന്ദിർ കാണാൻ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കനകഭവൻ്റെ ഉള്ളിലേക്ക് കയറി നേരെ രാമനും സീതയൊക്കെ താമസിച്ചാണെന്ന് എവിടെയാണെന്ന് പറയപ്പെടണേ. കാല് എന്ത് ചൂടാൻ ചുറ്റാ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. തള്ളച്ചിട്ടിരിക്കണ കാല്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിയുടെ കാൽപ്പാടാന്ന് പറയണത്. നമ്മ എല്ലാവരും വന്ന് തൊട്ടെന്ന് പറഞ്ഞ കേൾക്കുകയും കാണിച്ചു തരാം കേട്ടോ. കാണാനില്ലല്ലോ, നീക്കൂ കണ്ടില്ലേ, സീതാദേവിയുടെ കാൽപ്പാട് എന്ന് പറയുന്നത് കണ്ടില്ലേ. എല്ലാവർക്കും തൊട്ടുന്നാറിലൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് അങ്ങനെയാണ്. ഇത് ഇപ്പോഴും ഇത്ര പഴക്കമുള്ള ഒരു ബിൽഡിംഗ് എന്നുള്ളത് കണ്ടാൽ പറയൂ. നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ജയ് ശ്രീരാമൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി അങ്ങനത്തെ പരിപാടികളൊക്കെ. എന്ത് തിരക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഒരു രക്ഷയില്ല. കാണിച്ചു തരാട്ടാ. കയറാൻ പറ്റിയാണോ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നോക്കാം. നല്ല തിരക്കായി. ഞാൻ വരുമ്പോൾ അത്ര തിരക്കുണ്ടാകുന്നില്ല.
ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണുന്നുണ്ട്. അവിടെ അങ്ങനെ സീതാറാം വിളിക്കുമ്പോൾ എല്ലാവരും നമുക്ക് ആ സൈഡിക്കാനും കിടക്കാണ്ട് നോക്കി നോക്കാം. കടന്നു പോകുന്നു സ്ഥലമില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഓ നല്ല തിരക്കാട്ടാ. നല്ല തിരക്ക്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാതെ നല്ലത്. ഇവിടെ തന്നെയാട്ടോ കാണാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ പണ്ടത്തെ ഐതിഹ്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് സംഭവങ്ങൾ? നല്ല ചൂടാണ്. നിലത്തേക്ക് ഓടിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് അപ്പുറത്തോടെയാണല്ലേ. ആ 2 വഴിയുള്ള കൊണ്ടിട്ടാ. സീതാറാം എല്ലായിടത്തും സീതാറാം എഴുതിയിട്ടുണ്ട്. ഉണ്ടല്ലേ സംഭവം. ബിൽഡിങ് ഒരു രക്ഷയില്ലാട്ടാ. ഇത്ര കൊല്ലം മുന്നത്തെ സാധനം അല്ലേ, വിശ്വസിക്കാൻ പറ്റുമല്ലേ? ഇത്ര പഴക്കമുള്ള ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണ വഴിയാട്ടാ. കണ്ട നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. കുരങ്ങ വന്നപ്പോൾ ആൾക്കാരെ ഓടി. എന്താ ഇവിടെ ഇരിക്കണേ? പോയി അത് പറഞ്ഞപ്പോഴേക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ രാം മന്ദിർ പിടിക്കാൻ നോക്കും. അത് നല്ലത്. സംഭവം എന്താ അല്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ദൈവങ്ങളുടെ താമസിച്ചാണ് സ്ഥലത്തേക്കൊക്കെ വരിക എന്ന് പറയും പോലെ. എന്താ ചെയ്യല്ലേ, എവിടെ നിൽക്കണല്ലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവല്ലേ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ എത്തപ്പെടുന്നുള്ളത്. ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. വേറെ എവിടേക്ക് പോകുന്നു വിചാരിച്ചാലും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും എത്തുന്നു വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇത് കാണാൻ പറ്റി. നമുക്ക് രാം മന്ദിർ കാണാൻ പോവാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിവാദ പ്രശ്നങ്ങളായിട്ടുള്ള പള്ളി പൊളിച്ചിട്ട് അമ്പലമാക്കിയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാൻ നമുക്ക് എന്തായാലും. നമ്മളിപ്പോൾ ഇത് കനകപാൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റൈറ്റിക്ക് നടന്നു കഴിഞ്ഞാൽ രാം മന്ദിറിൻ്റെ അവിടേക്ക് എത്തും. കണ്ടില്ലേ, ഇതിൻ്റെ കൂടേക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോകാനും വരാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ റൂമുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലും എല്ലായിടത്തും റൂമുകളുണ്ട്. കാരണം പ്രശ്നമില്ല. വലിയ വലിയ പശുക്കളുണ്ടാവും. ഫുള്ള് കടകളാണ് 2 സൈഡിലും. ഇപ്പുറ സൈഡിൽ ഹോട്ടലുകൾ പരിപാടികളൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് എല്ലാതും ഉണ്ട്. ഈ സാധനം കണ്ടിട്ടില്ലേ? ഇത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ്. ഇതെന്താ സാധനം നിൽക്കുക അറിയില്ല. ഈ കാണാണ് ദശരഥ മഹാരാജാവിൻ്റെ മഹല്. ഇതാണെന്ന് പറഞ്ഞ ഒരു കവാടമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ കയറി വന്നതാ. ഇതും കൂടി കണ്ടാക്കാൻ എന്തായാലും ഇവിടെ വന്നതല്ലേ. ഇവിടെ കണ്ടില്ല, ഒക്കെ പഴയ ബിൽഡിങ്ങുകളാട്ടോ. ഇതിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്ത് പഴയതാന്ന് വിചാരിച്ചിട്ടാ. ഇതൊരു അമ്പലം പോലെ തന്നെയാണ് കേട്ടോ. ഉള്ളിൽ ചെരുപ്പൂരിട്ടിട്ട് പോകണമെന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാ അമ്പലങ്ങളിലും സീതാറാമിൻ്റെ ഇതിൻ്റെ ഭജന പരിപാടികളൊക്കെ നടക്കുക കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ കണ്ടില്ല, ഇവിടെയും ഭജന നടക്കുന്നുണ്ട്. श्री चक्रवर्ती महाराजा दशरथ जी का राजमहल।
നമുക്കിനി മെയിൻ ടെമ്പിൾ കാണാൻ പോവാ. അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ചെറിയൊരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ സന്യാസി പോലത്തെ. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലം പിടിക്കാം. ഇതാർന്ന് നേരത്തെ ഇപ്പോൾ വന്നതിൻ്റെ ഈ മഹലിൽ ഇതിൻ്റെ എൻട്രൻസ് ബോർഡ് കാണിച്ചു തരാം കേട്ടോ. നേരെ ഫ്രണ്ടിൽ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കയറി എന്താ മെയിൻ എൻട്രൻസ് കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തിട്ട് റൂമുകൾ പോലെ എന്തൊക്കെയുണ്ട്. ഇതാണ് കണ്ടല്ലോ ശ്രീ ചക്രവർത്തി മഹാരാജ ദശരഥ ജി കാ രാജ്മഹൽ. അങ്ങനെ അത് നമ്മൾ എത്ര സ്ഥലം കണ്ടു? 1, 2, 3 സ്ഥലം കണ്ടു. അവിടെ വന്നിട്ട് നമുക്ക് മറ്റവിടത്തേക്ക് പോവാം, മെയിൻ ടെമ്പിളിലേക്ക് പോവാം. അങ്ങനെ റാം മന്ദിറിൻ്റെ ഏതോ വേറെ സൈഡിൽ കൂടെയാണ് നമ്മൾ എത്തിയുള്ളത്. മെയിൻ എൻട്രൻസ് അല്ല, അതുകൊണ്ട് സൈഡിൽ കൂടെ വന്ന് കയറിയുള്ളത്. ഇതെങ്ങനെയാണ് ഉള്ളിൽ കയറുക എന്നുള്ളത് തിരയണം നമ്മൾ. കണ്ടില്ലേ അവിടെ ഇപ്പോഴും പണി, കൺസ്ട്രക്ഷൻ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എത്ര കാലയിൽ തുടങ്ങിയിട്ടത് നമുക്ക് ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കണ്ടില്ലേ, ഓ നല്ല ചൂടാ. അങ്ങനെ ഇതാണ് രാം മന്ദിറിൻ്റെ എൻട്രൻസ് വരുന്നത്. കണ്ടില്ലേ, അവിടെ നിന്നാണ് എൻട്രൻസ് ആയിട്ട് നമ്മൾ വേറെ വഴി കൂടെ വന്നായിരുന്നു, സൈഡിൽ കൂടെ ഒന്ന് കയറിയത്. നമുക്ക് പോയി നോക്കിയൊക്കെ എന്താ പറയാന്നുള്ളത്. ഫോണും ക്യാമറയൊക്കെ അലൗഡ് ആണോ നമുക്ക് അറിയില്ല കേട്ടോ. പോയി കഴിഞ്ഞാൽ അറിയാം ഏറ്റവും ഇല്ലേ എന്നൊക്കെ ഉള്ളത്. നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടില്ല അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞതിൻ്റെ. ബാജി फोन अलाउड है? फोन अलाउड है? कुछ नहीं अलाउड नहीं है। जमा करो। ഫോൺ സാധനങ്ങളൊന്നും അലൗഡ് അല്ലാന്ന് പറഞ്ഞത്. കയറി നോക്കിയോക്കാം. फोन अलाउड है? ഫോൺ അലൗഡ് അല്ലാന്ന് പറഞ്ഞില്ല. അവർ വേഗം വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണാവോ. ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ മനസ്സിലായില്ല. ഇവർ ഫോണൊന്നും അലൗഡ് അല്ലാന്ന് പറഞ്ഞു. വന്നിട്ട് ക്യാമറ കയ്യിൽ പിടിച്ചിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് വരെ അവർ ഉള്ളിൽ കയറിക്കോന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. നേരെ കയറി നോക്കി നോക്കാം. ഇത് പറച്ചിൽ മാത്രമുള്ള എന്തൊക്കെയാണ് ആ ഓട്ടഞ്ഞ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കാം. അവിടെ മൊത്തം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിഞ്ഞുണ്ട്. മെയിൻ എൻട്രൻസ് ചെരുപ്പ് വയ്ക്കുക അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളും ചെരുപ്പ് എല്ലാവരും ഇവിടെ വെക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് പോകാൻ പറ്റുന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ അല്ലേ ഫോണ് പോലും അലൗഡ് അല്ല ഇതിനുള്ളിൽ കയറാൻ. അപ്പോൾ നല്ല പണിയാണ്. ഇനി ഇപ്പോൾ ലോക്കർ മാത്രമല്ലോ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമുള്ള ഒരു റൂമിൽ വെച്ചിട്ട് വരും. അല്ലാണ്ട് കടത്തില്ലേ ഫോൺ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പോലും കടത്താൻ പറ്റില്ല പറഞ്ഞത്. ഫുൾ സ്കാനിങ് ചെക്കിങ് കാര്യങ്ങൾ നമ്മളെ കണ്ടു കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാൻ എന്താ പരിപാടിയാണ്. ഇനി ലോക്കറിന് എത്ര പൈസ എന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഈ ബാഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പൈസ ഉണ്ടാവും മിക്കതും. പ്രസാദ് മണി അലൗഡ് ജനറൽ സ്മോൾ ലേഡീസ് ബെൽറ്റ് ജ്വല്ലറി കീ വിത്തൗട്ട് റിമോട്ട്
ഗ്ലാസ് മെഡിസിൻ ഇതൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത് ഇതിലിപ്പോൾ. ഇതിപ്പോൾ എത്ര രൂപയാണെന്നുള്ളത് ചോദിച്ചോക്കണ്ട. भाई भाई एक बैग का कितना फ्री फ्री ഫ്രീ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോക്കർ ഫ്രീ ആന്ന് പറഞ്ഞത്. ഇത് എന്തോരം സേഫ് ആണോ എന്നറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും വെക്കാൻ പോവുക, ഫോണും ഒക്കെ കൂടിയിട്ട് വെക്കാൻ പോവുക. അപ്പോൾ ശരി, ഇനി വന്നിട്ട് കാണാം. അപ്പോൾ അമ്പലം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റേ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കാണാം, അല്ലാണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ രാം മന്ദിർ കണ്ടിട്ട് ഇറങ്ങി നേരെ. അതെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഒരു പേന പോലും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അവർ മനസ്സിലായ ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കിങ്. ആദ്യം കയറി വരുമ്പോൾ ബാഗ് മറ്റേ ഇലക്ട്രിക്കലിൻ്റെ അതിൽ ചെക്കിങ്ങിലുണ്ട്. ആദ്യം അതിൽ ചെക്ക് ചെയ്യും, എന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് പിന്നെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലാന്ന്. പക്ഷെ അങ്ങനെ അത്ര ദൂരം വരി നിന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ വീണ്ടും വരി നിൽക്കണം. പിന്നെ വന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് മെയിൻ ചെക്കിങ്. അതൊരു 1.5 ചെക്കിങ്ങാണ്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലല്ല, അത് ആൾ ഇരുന്നിട്ട് ഫുള്ള് തപ്പി വെക്കും, മേത്ത് മൊത്തം തപ്പി വെക്കും, എന്നിട്ട് എൻ്റെ തൊപ്പി വരെ ഉരുട്ട് നോക്കി. അങ്ങനെ ചെക്കിങ്ങാണ്. ഓരോരുത്തർ ഒരാളുടെ കയ്യിൽ പേനുണ്ട് കൊണ്ട് വരെ തിരിച്ചുകൊണ്ടാവും അവിടുന്ന്. നല്ല ടൈപ്പുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, ഒരു സാധനം വെക്കേണ്ട കയ്യിൽ, കാശും വെക്കണ്ട. കാശ് വേണമെങ്കിൽ വെച്ചോ, കുഴപ്പമുണ്ടാവില്ല. പിന്നെ ആകെ നമ്മുടെ വെക്കാൻ പറ്റിയ ലോക്കറിൻ്റെ കീയാണ്. ലോക്കറിൻ്റെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കർ ഫ്രീ ആണ്. സാധാരണ ഒരു എല്ലായിടത്തും കാശുണ്ടാവും. ഞാൻ വിചാരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചേ, അങ്ങനെ പോകുന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കണ്ടമാനം പണി നടക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ വിളിച്ചു പറയലൊക്കെ ഉണ്ടല്ലോ, എല്ലാ സെറ്റപ്പ് ഉണ്ട് കിട്ടും. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. അതൊന്നുമില്ല, കാണാൻ മാത്രമല്ല ഉണ്ട്. നമ്മൾ പഴയ അമ്പലങ്ങളിലൊക്കെ പോയില്ലേ, അതേപോലത്തെ ഗംഭീരപ്പെട്ടപ്പം പുതിയ മോഡലായിട്ടുള്ള കൊത്തുപണി. നല്ല കാണാൻ, നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ. അങ്ങനെയാണ് പരിപാടി. അങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുമ്പോൾ പ്രസാദം കിട്ടും. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു പൊതിയാണ് കേട്ടോ. ഒരു മിനിറ്റ് പോക്കറ്റിലുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു പൊതി തരും, അത് പ്രസാദം. അതിൽ മണിയായിട്ടുള്ള ഇവിടുത്തെ പ്രസാദം ഇല്ല തന്നെ. അങ്ങനെ അത് കഴിഞ്ഞു നേരെ അവിടെ നിന്ന് ലോക്കറിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുക. ലോക്കറിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ നമ്മൾ ഫോൺ നമ്മുടെ ആണെന്നുള്ളതിന് ലോക്ക് തുറന്നവരെ കാണിച്ചു കൊടുക്കണമായിരിക്കും. അങ്ങനെ അന്നേരത്തെ ഫോൺ തരുള്ളൂ. അങ്ങനെ കണ്ടമാനം ആൾക്കാർ വന്ന് പോണതല്ലേ. അങ്ങനെ ലോക്കറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് സംഭവം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നേരെ എക്സിറ്റ് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ എന്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പായസമാണ് തോന്നുന്നുണ്ട്. പായസം അരിയാ ചെറുപയറാ എന്തൊരു സാധനം. അങ്ങനെ ഞാൻ അത് പോയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ അതും കൂടി ആയിട്ട് നിർത്താം. അങ്ങനെ ഇവിടെ വന്നത് ഫില്ലാക്കണ്ട എന്തായാലും. നോക്കി നോക്കട്ടെ എന്തായാലും. കണ്ടോ ഒരു പാത്രത്തിൽ നിറച്ച് തരുന്നുണ്ട്. എന്നിട്ട് നോക്കി നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് സാധനം. ഇത് എന്തൊരു റവ പൊട്ടി ഇതർ സൈഡാവും. എന്തൊരു കഷ്ടമാണ് നോക്കി. അതിൽ കൂടെ ഇതിൽ കൂടെ കളിക്കിട്ടില്ല. നല്ല ചൂടുണ്ട്. ഇത് കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഇതെങ്ങനെയുണ്ടെന്ന് തരിയെടുത്ത് വരും കേട്ടോ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അങ്ങനെ അപ്പോൾ ശരി, ഇത് കഴിച്ചിട്ട് ഞാൻ നേരെ ഇനി റൂമിലേക്ക് പോണ്. വേറെ പരിപാടികളൊന്നും ഇല്ല. കണ്ടില്ല, ഇതാണ് സാധനം. നമ്മൾ നേരത്തെ അപ്പുറത്തോടെ വന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ എൻട്രൻസ് കണ്ട് കാണുന്നില്ല. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫുള്ളായിട്ട് കണ്ടില്ല. രണ്ട് കവാടം വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കാണ് വഴി വരണത്. ഇത് ഇപ്പോൾ അടുത്തൊന്നും പണി കഴിയുന്നില്ല, കുറച്ച് കഴിയണം, എന്നിട്ട് പണി കഴിയുള്ളൂ. എന്നിട്ട് കാണുമ്പോൾ കറക്റ്റ് രസം ഉണ്ടാവുള്ളൂ കാണാൻ എന്തായാലും. അങ്ങനെ കണ്ടില്ലേ, ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് അവിടെ മൊത്തം. അങ്ങനെ ഞാൻ ഇവിടുത്തെ നേരെ റൂമിലേക്ക് പോട്ടെ കേട്ടോ. ഇവിടുന്ന് പൂവും കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കടകളിൽ 5 കളിയാണ്. കണ്ടില്ലേ, നോക്കിയേ. ഹോട്ടൽ നോക്കിയേ. എന്നിട്ട് ഉടുപ്പി ടു മുംബൈ. ആ ബോർഡ് നോക്കുക, കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കയറും. എന്ത് വലുപ്പത്തിൽ വെച്ചുള്ള വെറൈറ്റി ആയില്ലേ, ഉടുപ്പി ടു മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് കടകളിൽ 5 കളി കേട്ടോ. ഈ അമ്മാമ്മ മാറുന്നില്ലല്ലോ. നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാം, അതാ കുറച്ച് നല്ലത്. ഇവിടെ നല്ല തിരക്കാ.
ഫുള്ള് നല്ല തിരക്കായിട്ട് നമ്മൾ വരുമ്പോഴൊന്ന് നമ്മൾ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നില്ല, മറന്നിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ റൂം കണ്ടുപിടിക്കണ്ട, അതാണ് അടുത്ത പണി. ആളിത് ആളക്കല്ലിയൊക്കെ തിരിപ്പിച്ചിട്ട് അവിടെ നിന്ന് നേരെ എടുത്ത് പോയത്, അത് ലെഫ്റ്റ് എടുത്ത് തിരിച്ച് വീണ്ടും റൈറ്റിക്കാൻ എടുത്തിട്ട് പോവുക. എന്താ ചെയ്യാല്ലേ, എല്ലായിടത്തും അമ്പലങ്ങളുണ്ടോ. ഇതിൻ്റെ ബാക്കിൽ അമ്പലമുണ്ട്. ഈ പാവന നോക്കിയാലോ ഭംഗിയിട്ട്. അപ്പോൾ ശരിയിട്ട് മക്കളെ, നമ്മുടെ രാം മന്ദിർ കാഴ്ചകളൊക്കെ കണ്ടു. കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരിക കാണുക, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നല്ല മോളിൽ നിന്നുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാവും, ഡ്രോണൊക്കെ വെച്ചിട്ടുള്ളത്. അതൊരു അവരൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഇല്ലേ, ആ ഒരു സാധനം ഉണ്ടാവും, അതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പണി ഇനി കഴിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം എടുക്കുന്നുണ്ട്, കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് നമ്മൾ പഴയ മന്ദിരങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ തന്നെ പുതിയ ടൈപ്പ് സാധനമായിട്ട് വന്നിട്ടുള്ളത്. കാണാൻ രസമുണ്ട്, കാണാൻ മാത്രമുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഫുള്ള് പണി കഴിഞ്ഞിട്ട് വരുമോ നല്ലത്, ഇപ്പം അടുത്തൊന്നും വരാനൊക്കെ ഉണ്ടാ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ, ഇതിൽ കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ അപ്പം ശരി, ഇനി ഇവിടുന്ന് നേരെ റൂമിലേക്കുള്ള പോക്കാണ്. നമ്മുടെ ഗുരുദ്വാര കണ്ടുപിടിക്കണം, റൂമിൽ പോകണം, പോയി കിടന്നുറങ്ങണം. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ശരി കേട്ടോ എല്ലാവർക്കും.